കുഞ്ഞുലക്ഷ്മി, ഞാൻ ഇറങ്ങണോ? ഇറങ്ങാൻ വരട്ടെ, ഞാൻ ദാ വരുന്നു. ഒക്കെ നിന്റെ കയ്യിലായിരിക്കുന്നത്. ശ്രീരാമൻ ഹനുമാനെ ദൂത് വിട്ടതുപോലെയാ ഞാൻ നിന്നെ. വേണ്ട, എന്നെ ഹനുമാനാക്കിക്കൊണ്ടുള്ള ഉദാഹരണം ഒന്നും വേണ്ട. വേണമെങ്കിൽ ഒരു അരയനം ആക്കിക്കോ. അരയന്നെങ്കിൽ അരയന്ന. മാധവൻകുട്ടി, പൊന്നുമോനെ ഒന്ന് ഇങ്ങോട്ട് വന്നേ. എന്നോട് നിനക്ക് എന്തെങ്കിലും വിരോധം ഉണ്ടോ? അച്ഛനോടോ? എനിക്കോ? എന്തു അച്ഛായി പറയുന്നത്? പിന്നെ എന്തിനാടാ ഇവന്റെ വണ്ടി വിളിച്ചോണ്ട് വന്നത്? കൊല്ലാനാണെങ്കിൽ വേറെ എന്തൊക്കെ മാർഗങ്ങളുണ്ട്? മാഷെ, അന്ന് ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ല മാഷെ. അപ്പം മനഃപൂർവ്വമായിട്ട് ഇറങ്ങിയിരിക്കല്ലേ? അയ്യോ, അങ്ങനെ പറയരുത്. അന്നത്തോടെ ഞാൻ ഓവർ സ്പീഡിങ് നിർത്തി. നിന്നെ എനിക്ക് വിശ്വസിക്കാമോ? വേണമെങ്കിൽ ചോദിച്ചു നോക്ക്. അച്ഛൻ ഒന്നും പേടിക്കണ്ട. ഇവൻ എന്നോടൊപ്പം കോളേജിൽ ഒരുമിച്ച് പഠിച്ചല്ലേ? കോളേജിലൊക്കെ പഠിച്ചിട്ട് താൻ എന്താണോ ഓട്ടോറിക്ഷ പരിപാടിയായിട്ട് ഇറങ്ങിയിരിക്കുക? അതെ, ഈ സ്വയം തൊഴിൽ ചെയ്ത് ജീവിക്കുന്നതിൽ ആനന്ദം കണ്ടെത്തുന്നവനാണ് ഞാൻ. പിന്നെ കുറെ നാൾ മുൻപ് അങ്ങ് തുടങ്ങായിരുന്നില്ലേ? വെറുതെ കോളേജിൽ പോയി സമയം കളഞ്ഞ എന്തിനാ? അപ്പൊ അത് നീ മാഷിനോട് പറഞ്ഞിട്ടില്ലല്ലേ? ഇല്ല. അതെ, കോളേജിൽ പോയത് എനിക്ക് പറ്റിയ ഒരു തെറ്റാണ് മാഷെ. കിട്ടിയത് ഈ സാധനം. ഇങ്ങോട്ട് നോക്കൂ. നീ എന്തായി കാണിക്കണേ? എന്റെ കല്യാണം നിശ്ചയിക്കാനല്ല ഞാൻ പോണത്. അങ്ങോട്ട് ഇറങ്ങിക്കടാ. ഓ, നിന്നെ ഞാനിപ്പോ ഒഴിയാ. അമ്പടാ. തേങ്ങാ കഷ്ണം. ദാ. പോ. എന്റെ നെല്ലികാവിലമ്മേ, തടസ്സമൊന്നും നേരിടല്ലേ. നിർത്ത്. വണ്ടിയാ പാട്ടാ മാഷെ? രണ്ട് നിർത്ത്. എന്തിനാ നിർത്തിയേ? വിട്ടു പോകായിരുന്നില്ലേ? നിന്നോട് ആരാ പറഞ്ഞ ഇങ്ങനെ ഇരുന്നുള്ളാൻ? പിന്നെ രാവിലെ അവിടുന്ന് പുറപ്പെടാന്നല്ല അച്ഛൻ പറഞ്ഞത്. അപ്പൊ അങ്ങടല്ലേ വരണേ? ഓ എനിക്കറിയാം, വരാൻ സമ്മതിച്ചിട്ടുണ്ടാവില്ല ആ മുതുക്കി. വേണ്ട, നാവ് ചീച്ചാക്കണ്ട. നല്ലൊരു കാര്യത്തിന് പോണതാ. ഞാനിപ്പോ എന്താ വേണ്ടേ? എന്നെ ഇവിടെ കുഴിച്ചിടണോ അതോ അവിടെ കുഴിച്ചിടണോ? ഒരിടത്തും കുഴിച്ചിടണ്ട. ആ മുറുക്കാൻ ഇങ്ങോട്ട് തുപ്പിയേ. എന്തിനാ? തുപ്പ്. കൈ നീട്ടിക്കേ. നേർച്ച പായസാണ്. വായ കഴിയിട്ടില്ല. ഇനി അതും പറഞ്ഞ് ഒഴിയാൻ നോക്കണ്ട. നീ എന്താ ഉള്ള തന്നേക്ക്, ഞാൻ തിന്നോളാം. ഇല്ല. പിന്നെ പറഞ്ഞതൊക്കെ ഓർമ്മ. പറഞ്ഞതൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അന്തർക്ക കയറിക്കും. ഇതിനെ പിടിക്കാൻ കയറ്റുന്നേ. എന്റെ പ്രതിനിധിയായ എന്തൊക്കെ വരുന്നുണ്ട്. ഞാൻ എന്തോ സമ്മേളനത്തിന് പോവാ. അല്ലെങ്കിൽ തന്നെ ഹെഡ് മാസ്റ്റർ പ്യൂണും കൂടെ ഒരുമിച്ച് പോണത് ശരിയാവില്ല. ഓഹോ, ഹെഡ്മാസ്റ്റർ ഓട്ടോറിക്ഷ പോയല്ലേ? എനിക്ക് പോകാതിരിക്കാൻ പറ്റുമോ? വണ്ടിയുടെ ഗിയർ ആരിടും? ആ മൂപ്പര് നീ വണ്ടിയല്ലേ ഓട്ടല്? എന്റെ നീ മിണ്ടണ്ട. നിന്റെ വണ്ടി കണ്ടപ്പോഴേ എനിക്ക് ഉറപ്പായി. പിന്നെ എനിക്ക് പാര വെച്ച് അവനെ നീ മെടുക്കാനാക്കാൻ നോക്കരുത്. അയ്യോ ജ്യേഷ്ഠ, ഞാൻ പറഞ്ഞു വേണ്ട, വേണ്ട, അവസാനിപ്പിക്കേ. തനിക്കിപ്പോ എന്താ വേണ്ടേ? ഈ സാധനം എടുത്ത് വെക്കണം. അക്കരി ഒരു ഫോട്ടോ. അല്ല, പെങ്ങള് കയറണം. പെങ്ങളെ, ഞാൻ മെയിൻ ആയിട്ട് ചൂടാവാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, മെയിനായിട്ട് നിനക്ക് ഞാൻ ശരിയാക്കി തരാം ഞാൻ. നമസ്തേ സാറേ. സാർ ആളൊരു രസിക്കണ്ട. തറവാട് ഭാഗം വെച്ചപ്പോ രാധികയുടെ അച്ഛൻ ഒന്നും ആവശ്യപ്പെട്ടില്ല. ജ്യേഷ്ഠാനുജന്മാര് കൂടി കൽപ്പിച്ചു കൊടുത്തത് വാങ്ങി പടിയിറങ്ങി പോന്നു. ഈ വീട് വാങ്ങാനുള്ള വക കഷ്ടിയേ ഉണ്ടായിരുന്നുള്ളൂ. അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ എന്റെ മോക്ക് ഒരു ജോലി കണ്ടി നടക്കേണ്ട ഗതികേട് വരില്ലായിരുന്നു. ഇപ്പൊ തറവാടിത്തം മാത്രമേ സമ്പത്തായിട്ടുള്ളൂ. ഈ കാണുന്ന പകട്ടൊക്കെ വെറും നാട്ടിയ. വലിയ വൈക്കൽക്കാരുടെ അന്തസ് കാക്കാനുള്ള ഒരു കളി ഒരുക്കും. സത്യം പറഞ്ഞ ഈ വീട് പോലും പണയത്തില്ല. ജീവിതാവുമ്പോ ഉയർച്ചയും താഴ്ചയും ഒക്കെ ഉണ്ടാവും. അന്തസ്സും അഭിമാനവും പണയം വെക്കാതെ ഒരു കുടുംബം തീറ്റിപ്പോറ്റി കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ട് എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാൻ. സുഭദ്ര, ഒരു കുടുംബോ? രണ്ട് കുടുംബത്തിന്റെ വിഷമം ഫുള്ളായിട്ട് അറിയുന്ന ആളാണ് മാഷ്, അല്ലേ? വേണ്ട. അല്ല, മാഷ് ജീവിതാനുഭവങ്ങൾ ഏറെയുള്ള ആളാന്ന് പറഞ്ഞതാ. ഞാൻ വന്നത് മറ്റേ കാര്യത്തെ കുറിച്ചൊരു തീരുമാനം അറിയാനാ. പറയുന്നുണ്ടെന്ന് തോന്നരുത്. സത്യം പറഞ്ഞ ഞങ്ങൾ രണ്ടാളും സ്കൂളിൽ നിന്ന് പോന്നത് മുതൽ ഈ മറ്റേ കാര്യം എന്താന്ന് ആലോചിച്ച് വിഷമിച്ചിരിക്കുക. എന്താടോ ഇത്? താനല്ലേ പറഞ്ഞു ഇവർക്ക് താല്പര്യം ഉണ്ടെന്ന്? അതെ, അതായത് ഈ ആങ്ങളൊക്കെയുള്ള സ്ത്രീകളെടുത്ത് പെങ്ങളെ കെട്ടിക്കൽ ഒരു പുതിയ കാര്യമൊന്നുമല്ലല്ലോ. ആങ്ങളിക്കുള്ള സ്ത്രീധനോ? അതേന്ന് ഒന്നും കൊണ്ടുവന്നാട്ടെ. അവിടെ ഇരുന്നാ മതി. അവരിപ്പോ വരും. കാപ്പി. ജാതിയ കുട്ടീനെ കൃഷ്ണൻകുട്ടിയെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാൻ കുറുപ്പ് മാഷക്ക് താല്പര്യമുണ്ട്. നിങ്ങൾ കൊടുത്ത 40,000 ഉറുപ്പ കൊണ്ടാണ് അമ്മുക്കുട്ടിയുടെ കാര്യങ്ങൾ കുറുപ്പ് മാഷ് ഒരു ഉറപ്പിലാക്കിയത്. അത് രാധികക്ക് വേണ്ടി കൊടുത്ത സ്ത്രീധനാണ് കുട്ടിക്കോളി. ഈശ്വരാ, മുടക്കൊന്നും പറയരുത്. കൈ വന്ന ഭാഗ്യം തട്ടിക്കളയരുത്. ഒരു ടിക്കറ്റിന് 2 സമ്മാനം അടിച്ച മാതിരിയാ. ഒരു ജോലിയും ഒരു ഭർത്താവും. ഒരു മിനിറ്റ്. പറഞ്ഞോളി. ഇവിടെ അല്ല, അവിടെ ചെല്ല്. ഞാനിപ്പോ വരാം.
കുറുപ്പ് മാഷിന്റെ മകനുണ്ടല്ലോ മാധവൻകുട്ടി, അവനെ കൊണ്ട് രാധികയെ വിവാഹം കഴിപ്പിച്ചാൽ കൊള്ളാമെന്ന് മാഷിനൊരു മോഹമുണ്ട്. ആ ടീച്ചറിന് ഇക്കാര്യത്തിൽ പൂർണ്ണ സമ്മതമാണ്. മാധവൻകുട്ടിയാണെങ്കിൽ രാധിക അല്ലാതെ വേറൊരു പെൺകുട്ടിയെ വിവാഹം കഴിക്കില്ല എന്ന് പറഞ്ഞ് ശപഥം ചെയ്തിരിക്കുക. അതിപ്പോ ഒക്കെ ഒന്ന് ശരിയായിക്കോട്ടെ എന്ന് കരുതിയാ ഞാൻ ഇതുവരെ ഒന്നും മിണ്ടാതിരുന്നത്. അമ്മച്ച ഒന്നും മിണ്ടാ, നമുക്ക് ആലോചിച്ച് സൗകര്യം പോലെ നടത്താം. വന്ന എന്താ മറ്റേ കാര്യം എന്താണെന്ന് മനസ്സിലായോ? മനസ്സിലായി. രാധികയെ വിവാഹം കഴിച്ചു കൊടുക്കാൻ എനിക്ക് സമ്മത. മാത്രല്ല, ഇങ്ങനൊരു ആലോചന വന്നത് എന്റെ മോളുടെ ഭാഗ്യം എന്നാ ഞാൻ കരുതണേ. പക്ഷേ രണ്ടുപേരിൽ ആർക്കു വേണ്ടിയാന്നുള്ള തീരുമാനിക്കേണ്ടത്? അല്ല, ഇതിലിപ്പോ പ്രത്യേകിച്ച് എന്താ തീരുമാനിക്കാനുള്ളത്? മാധവൻകുട്ടിയാണല്ലോ മൂത്തത്, അപ്പൊ ഫിക്സ് ഫിക്സ്. എന്ത് ഫിക്സ്? ഇവിടെ മൂത്ത കളയെന്നുള്ള പ്രശ്നമൊന്നുമില്ല. മാധവൻകുട്ടി ജനിച്ചത് കൃഷ്ണൻകുട്ടി ജനിച്ചേ. എങ്കിലും ആദ്യം ജനിച്ചത് അത് മാധവൻകുട്ടിയാണല്ലോ. നിർത്തടോ. എനിക്ക് രണ്ടാളും ഒരുപോലെ എന്നൊക്കെ പറഞ്ഞ അവര് തമ്മിൽ ഒരു അംഗം വെട്ടി നോക്കിയാലോ? അംഗം വെട്ടാൻ അവന്മാരെന്താ ചേകവന്മാരാ? എന്നാ പിന്നെ കരാട്ടാവല്ലേ മാഷെ? അതിനും നല്ല ലക്കടിപ്പാ. ലക്കിടിപ്പാ. ആ നീ ലോട്ടറി നറുക്കെടുക്കും പോലെ. അയ്യ, ഇയാള് അംഗം വെട്ടി നറുക്കെടുപ്പ് ഒന്നും വേണ്ട. ഇവളുടെ ജാതകം ആർക്കാ ചേരുന്നെന്ന് വെച്ചാ അത് നടത്താൻ എനിക്ക് സമ്മത. അതാണ് അതിന്റെ ശരി. എന്റെ പരിചയത്തിൽ ഒരു കണിയാറുണ്ട്. കാര്യം പറഞ്ഞ കറക്റ്റ് മീറ്ററാ. ഒരു പോയിന്റ് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം ഉണ്ടാവില്ല. മീറ്റർ പോയിന്റ് ഒക്കെ വെച്ച് വരാൻ എന്താ ഓട്ടോറിക്ഷ മാറ്റാണ്? വേണ്ട, ആരും കയർ പൊട്ടിക്കണ്ട. പൊരുത്തം നോക്കി കൃത്യമായിട്ട് പറയണ ഒരാളെ എനിക്കറിയാം. രാധികയുടെ ജാതകം തന്നയക്കുന്നോണ്ട് വിരോധമുണ്ടോ? എനിക്കൊരു വിരോധവും ഇല്ല. പ്രതിനിധികൾക്ക് തൃപ്തിക്കുറവൊന്നുമില്ലല്ലോ. സന്തോഷേ ഉള്ളൂ. കൃഷ്ണൻകുട്ടിയെ കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ സമ്മതിപ്പിക്കും. മാധവൻകുട്ടി ഞാൻ പറയുന്നതിനപ്പുറം നിൽക്കില്ല. മതി. തന്റെ പേരെന്താ? അത് മാഷിക്കാരനൂടെ. ചോദിച്ചതിന് മാത്രം ഉത്തരം പറഞ്ഞാ മതി. നമ്മളെ പേര് അന്ത്രു. തന്റെയോ? മണികണ്ഠൻ. തന്നോട് ചോദിച്ചില്ല. നെക്സ്റ്റ്. PKS മണികളാ. എന്നാ എന്റെ പേര് കുറുപ്പ് മാഷെന്ന. മുല്ലേത്ത് ബാലകൃഷ്ണ കുറുപ്പ്. മാധവൻകുട്ടിയുടെയും കൃഷ്ണൻകുട്ടിയുടെയും അച്ഛൻ ഞാനാ. അവരോട് ഇക്കാര്യം പറയാൻ പ്രത്യേകിച്ച് വില കുറഞ്ഞ ബ്രോക്കർമാരുടെ ആവശ്യമില്ല. ബ്രോക്കർ. ബ്രോക്കർ. പറഞ്ഞോളൂ. സ്ത്രീ മകം നക്ഷത്ര ജാതയായതിനാൽ രോഹിണി നക്ഷത്രത്തെ പിറന്ന മാധവൻകുട്ടിയായിട്ടാണ് കൂടുതൽ പൊരുത്തം കാണുന്നത്. അപ്പൊ കൃഷ്ണൻകുട്ടിയുടെ മകയിലോ? വിവരമില്ലാത്തോണ്ട് പറയാ. മകയിരം നക്ഷത്രം മകൻ നക്ഷത്ര ജാതയായ സ്ത്രീക്ക് പൊരുത്തമല്ല, ഷഷ്ടാഷ്ടമ ദോഷമാണ്. ഇത് കരുതി കൂട്ടി ഉണ്ടാക്കിയ ദോഷാണ്. ജാതകം പൊരുത്തപ്പെടുന്ന ആൾക്ക് വേണ്ടി മറ്റേ ആൾ ഒഴിഞ്ഞു കൊടുത്തു കൊള്ളാമെന്ന് കരാറിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഈ ജാതക പൊരുത്തത്തിൽ എനിക്ക് വിശ്വാസമില്ല. എനിക്ക് വിശ്വാസമാണ്. എനിക്കില്ല. എനിക്ക് വിശ്വാസമാണ്. എനിക്ക് വിശ്വാസമില്ല. തനിക്ക് വിശ്വാസം വേണ്ട, എനിക്ക് വിശ്വാസമുണ്ട്. അല്ലെങ്കിൽ മുല്ലേത്ത് കുറുപ്പ് മാഷ് സത്യത്തിനും നീതിക്കും വേണ്ടി നിലകൊള്ളുന്ന ആളാണെന്ന് എന്റെ അച്ഛൻ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം. പൊരുത്തപ്പെട്ട ജാതക പ്രകാരം മാധവൻകുട്ടിയെ കൊണ്ട് രാധികയെ വിവാഹം കഴിപ്പിക്കാൻ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ഇനി ഈ കാര്യത്തെ ചൊല്ലി ആരെങ്കിലും ഒരു അക്ഷരം മിണ്ടിയാൽ എന്റെ സ്വഭാവം മാറും. പറഞ്ഞ കാശ് മുഴുവനുണ്ട്. ഞാൻ ഒപ്പിച്ച പണിയാണെന്ന് ആരും അറിയത് എന്റെ തല പോണ കേസാണ്. അതാവൻ ഡീസൽ ഒഴിച്ച് ഓട്ടോ ഓടിക്കാനുള്ള സംവിധാനം വരും. പിന്നെ നീ പോയിട്ട് മണികണ്ഠനോട് ഇങ്ങോട്ട് വരാൻ പറയും. അപ്പൊ നമ്മളും പണക്കാരാവും. മണിയേട്ടാ, ഒന്നും കേട്ടോന്നേ. എന്താ? വാന്ന്. പിന്നെ സത്യം പറയണം. കണിയാരെ ചാക്കിട്ട് എന്റെ ജാതകം പൊരുത്തമല്ലെന്ന് നീ മനഃപൂർവ്വം പറയിച്ചല്ലേ? ഞാനോ? ഹേയ്, എന്തെങ്കിലും തമാശ പറയുമെന്നല്ലാതെ ഇത്തരം ഫ്രോഡ് പരിപാടികളൊന്നും എനിക്കില്ല. മര്യാദക്ക് ചോദിച്ചാൽ നീ സത്യം പറയില്ലല്ലേ? ഏതവസ്ഥയിലും ഞാൻ സത്യം മാത്രമേ. നിന്റെ അപ്പുറത്തോനെ കൊണ്ട് ഞാൻ പറയിക്കും. ഞാൻ പറഞ്ഞ സത്യമാണ്. വിശ്വാസം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ജ്യോത്സ്യന്മാരെ കൊണ്ട് നോക്കിച്ചൂടി. നോക്കിക്കുന്നുണ്ടാ. എന്നിട്ട് ഞാൻ വരുന്നുണ്ട് നിന്നെ ഒന്നുകൂടെ കാണാൻ. നീ മിണ്ടണ്ട. എന്താ എന്താ പ്രശ്നം? എന്താ പ്രശ്നമെന്ന് ഇവൻ തന്നെ പറയും. എന്താ പ്രശ്നം? ഏയ്, ഒന്നുമില്ല. ഒന്നുമില്ലാതെ ഒന്നുമല്ല. അവനെന്താ വട്ട? സത്യം പറയടാ. സ്റ്റാൻഡ് വന്നാ നിന്നെ അവൻ തല്ലിയത്. അതിന്റെ കാര്യം എന്താന്ന് ഞങ്ങൾ കൂടി അറിയണം. പറയടാ. ഒന്നുമില്ല. അതെ, ഞാനും അവന്റെ പെങ്ങളും തമ്മില്
സ്വല്പ പ്രേമത്തില. അതിനെന്താ തല്ലണോ? ഈ നാട്ടിൽ ഒരു ഓട്ടോ ഡ്രൈവർക്ക് പ്രേമിക്കാനുള്ള സ്വാതന്ത്ര്യമില്ലേ? ഓട്ടോയിൽ ലാലേട്ടൻ പ്രേമിക്കുന്നുണ്ടല്ലോ. നീ വാടാ, എടുക്കണ വണ്ടി. സാരമില്ല, ഇതൊന്നും വലിയ പ്രശ്നമാക്കേണ്ട കാര്യമില്ല. മണികണ്ഠ, ഇത് നിന്റെ മാത്രം പ്രശ്നമല്ല, ഓട്ടോ ഡ്രൈവേഴ്സിന്റെ മൊത്തം അഭിമാനത്തിന്റെയും അന്തസ്സിന്റെയും പ്രശ്നമാണ്. അത് വാടാ. അല്ലെങ്കിൽ വാടാ വണ്ടിയിൽ. ഇറങ്ങി വാടാ. അതെ, വേണ്ട, വെറുതെ ആ, പ്രശ്നമൊന്നും ഇറങ്ങി ഉണ്ടാക്കണ്ട. വാടാ. ഇതിപ്പോ നിന്റെ മാത്രം പ്രശ്നമില്ല. ഇറങ്ങിയില്ലെങ്കിൽ നിന്നെ ഇനി ഞങ്ങൾ ചെല്ലും. വാടാ. വിട്, വാ. ഞാൻ വരാം. അവൻ വണ്ടി കയറിയിരിക്കുന്നുണ്ട്. എന്താ പ്രശ്നം? എന്താ പ്രശ്നമൊന്നോ? ഓട്ടോ സ്റ്റാൻഡിന്റെ ഡ്രൈവറെ തല്ലിയാൽ ആരും ചോദിക്കൂലെന്ന് കരുതിയോ? ഞാനൊന്ന് പറഞ്ഞോട്ടെ. നീയൊന്നും പറയണ്ട. എന്താ അവൻ ചെയ്ത തെറ്റ്? നിങ്ങളുടെ പെങ്ങളെ പ്രേമിച്ചതോ? വീട്ടിൽ കയറി നിർദ്ദേശം പറഞ്ഞ നീ വഴുക്കിനൊന്നും പോണ്ട. പ്രേമിക്കുന്ന തെറ്റൊന്നുമല്ല, പ്രേമിച്ച പെണ്ണ് കെട്ടാതിരിക്കുന്ന തെറ്റ്. ഒരു പെണ്ണിനെ പോറ്റാനുള്ള യോഗ്യ ഇവനുണ്ട്. ഇറക്കി വീറോ പെങ്ങളെ. നാളാവാതെ ഇറങ്ങി ഒന്ന് നോക്കടാ. അപ്പൊ കാണിച്ചു തരാം ഞങ്ങൾ ആരാണെന്ന്. തൽക്കാലം അങ്ങ് പോവാം. വരട്ടടാ, രണ്ടിനും നടന്നിട്ട് തന്നെ പോവാം. രണ്ടിലൊന്നും തീരുമാനിക്കാൻ നമുക്ക് രണ്ടാമത് ഒന്നുകൂടി വരാം. മണികണ്ഠ പറഞ്ഞുകൊണ്ട് മാത്രം ഞങ്ങൾ പോവാ. അതെ. വരണടാ. നേരെ ഇപ്പൊ നല്ലതാ. അല്ലെ ഇപ്പൊ കാണാനോ? എന്തൊക്കെയാ ഈശ്വരെ കേക്കണത്? ഒക്കെ കരുതിക്കുട്ടി ചെയ്യുന്നതാ. ആരെന്നറിയോ? അച്ഛന്റെ പുന്നാര മകൻ മാധവൻകുട്ടി. ആ, അമ്മുന്റെ കല്യാണം തീരുമാനിച്ചതേ തള്ളയ്ക്ക് മകന് സഹിച്ചിട്ടുണ്ടാവില്ല. ഇത് ഞാൻ വെറുതെ വിടുമെന്ന് കരുതണ്ട. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. മാഷ് എന്താ ഈ പറയണേ? എല്ലാ കാര്യങ്ങളും സമ്മതിച്ച് സത്യം ചെയ്ത് കയ്യിലടിച്ചത് മാഷ് തന്നെയല്ലേ? അതെ, ഞാൻ തന്നെയാ. ഇപ്പൊ സമ്മതിക്കില്ല എന്ന് പറയണതും ഞാൻ തന്നെയാ. എന്താ ഇനി തന്നെ കയ്യിലടിക്കണോ? കള്ളുടിച്ചുകൊണ്ട് സ്കൂളിൽ പടി കിടക്കരുതെന്ന് പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ? തനിക്ക് പറ്റില്ലെങ്കിൽ അത് നേരത്തെ തന്നെ പണ്ടാളം കാര്യമില്ലേ? വേണ്ട മാഷെ, വഴക്കൊന്നും പറയണ്ട. ഒക്കെ എന്റെ തലയിലെഴുത്ത. എന്ത് കുറ്റം ചെയ്ത ഈശ്വര നീ ഞങ്ങളെ ഇങ്ങനെ പരീക്ഷിക്കുന്നത്? ഈ കുട്ടിയുടെയും ഈ പാവം തള്ളയുടെയും മുഖത്ത് നോക്കിയിട്ട് തനിക്കിത് എങ്ങനെ പറയാൻ തോന്നി? ആരുടെ മുഖത്ത് നോക്കാനുള്ള സമയം എനിക്കിപ്പോഴില്ല. പറയേണ്ടത് മുഴുവൻ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഈ കുട്ടിയുടെ ഭാവിയുടെ പ്രശ്ന അതും മറക്കരുത്. അത് തീരുമാനിക്കേണ്ടത് ഞാനല്ല, താനാ. പിന്നെ നിർബന്ധമാണെങ്കിൽ ഞാൻ നോക്കിക്കൊള്ളാം. റിട്ടയർഡ് ചെയ്ത് വീട്ടിലിരിക്കുമ്പോ എനിക്കൊരു കൂട്ടാകുമല്ലോ. എടോ, അയ്യോ വേണ്ട മാഷെ, വേണ്ട. ഇതിന്റെ പേരിൽ ഒരു ഗുരുത്വദോഷം കൂടി എന്റെ മോക്ക് വരണ്ട. ഇറങ്ങിപ്പോണോ എന്റെ മുമ്പിൽ? ഞാൻ ഇറങ്ങിപ്പോണല്ലേ? പോവാ, വരട്ടെ. ഒരു ഉപദേശം.